ഉണ്ട്. കലോത്സവ നഗരിയിൽ നിന്ന് ആൻസില ചേരുന്നു വിവരങ്ങളുമായി. ആൻസില, ഇന്ന് കോഴിക്കോടിന്റെ ആധിപത്യം തന്നെയാണോ കാണാൻ കഴിയുന്നത്? കോഴിക്കോട് കപ്പടിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണോ കാര്യങ്ങൾ പോകുന്നത്? തീർച്ചയായിട്ടും 61ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കോഴിക്കോടിന്റെ ഒരു ശക്തമായ ആധിപത്യം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കോഴിക്കോടിനൊപ്പം തന്നെ കണ്ണൂരും വാശിയേറിയ പോരാട്ടത്തിലാണ്. നമുക്കറിയാം, ഇന്ന് വളരെ ആവേശകരമായ ഒരു അവസ്ഥയിലേക്കാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് ഇവിടുത്തെ ഒരു അന്തരീക്ഷം പോകുന്നത്. ഈ പുറകിൽ ഇപ്പോൾ വേദി 1-ൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നാടോടി നൃത്ത മത്സരമാണ്. വളരെ വലിയൊരു ആൾക്കൂട്ടം ഇപ്പോൾ തന്നെയുണ്ട്. സാധാരണഗതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ വൈകുന്നേരമായിരുന്നു ഒരു വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അവസാന നിമിഷമാണ്, അല്ലെങ്കിൽ അവസാന ദിനമാണ്. ആരായിരിക്കും കപ്പടിക്കുക, അല്ലെങ്കിൽ ആർക്കാണ് ഒന്നാം സ്ഥാനം ലഭിക്കുക എന്നറിയാൻ ഇനി നിർണായക മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. വളരെ വാശിയേറിയ ഒരു പോരാട്ടം നടക്കുന്നുണ്ട്. എല്ലാ ജില്ലകളും മത്സരിക്കുകയാണ് കപ്പിന് വേണ്ടിയിട്ട്. വലിയ ഒരു ആൾക്കൂട്ടമുണ്ട്. നാടോടി നൃത്തം ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ ഇവിടെ പുരോഗമിക്കുകയാണ്. അതിന്റെ പോയിന്റ് നില, ജില്ലകളുടെ പോയിന്റ് നില നമ്മളുമായി പങ്കുവയ്ക്കുന്നതിന് നമ്മുടെ കരിഷ്മ നമ്മളോടൊപ്പം ഉണ്ട്. കരിഷ്മ പറയുന്നതായിരിക്കും. ഇപ്പോഴും കോഴിക്കോടിന്റെ ആവശ്യത്തോടൊപ്പം തന്നെ കോഴിക്കോടിന്റെ പോയിന്റ് നിലയും ഉയർന്നു വരികയാണ്. 891 പോയിന്റുമായി കോഴിക്കോടാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതുപോലെ തന്നെ 883 പോയിന്റുമായിട്ട് കണ്ണൂരാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്. 876 പോയിന്റുമായി പാലക്കാട് മൂന്നാം സ്ഥാനത്തുണ്ട്. 871 പോയിന്റുമായി തൃശ്ശൂർ നാലാം സ്ഥാനത്തുണ്ട്. 838 പോയിന്റുമായി മലപ്പുറം അഞ്ചാം സ്ഥാനത്തുണ്ട്. ഇവിടെ അനഘ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ സാധാരണ ഒരു വൈകുന്നേരം ആ സമയത്തൊക്കെ ആൾക്കാരുടെ ഒരു നല്ലൊരു ഒഴുക്കുണ്ടാകുന്നത്. പക്ഷെ ഇന്ന് അവസാന ദിവസമായി ഇന്ന് രാവിലെ മുതൽ തന്നെ ജനസാഗരമാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കലാമത്സരങ്ങളുടെ ആവേശവും ഇവിടെ വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ അനഘ? അതെ, വലിയൊരു ആൾക്കൂട്ടത്തെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് അവസാന ദിനമാണ്. അതുകൊണ്ട് ഇവിടെ വലിയ രീതിയിലുള്ള എല്ലാ മത്സരങ്ങളും ഇന്ന് അവസാനിക്കും. അപ്പം വലിയൊരു ആൾക്കൂട്ടം ഈ മത്സരങ്ങളെല്ലാം കാണുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു കലോത്സവം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ഉണ്ട്.